ഫെലനോപ്സിസിൻ്റെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. അപ്പം ഫെലനോപ്സിസ് നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും പുതിയ കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ കാണുന്ന വാട്സപ്പിൽ കിട്ടും. പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുമാണ് നമുക്കിപ്പം എത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളം കൊടുത്താൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഫെലനോപ്സിസ് എത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ നല്ല അടിപൊളി വെറൈറ്റീസും എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 1 ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സീഡ്ലിംഗ് ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. കാരണം ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങി ഇച്ചിരി വെറൈറ്റീസ് ഒക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സീഡ്ലിംഗ് ആകുമ്പോൾ നമുക്ക് 10 കളർ മുതൽ കോംബോയിൽ കിട്ടും. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ജസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളം ഒരു 2 മന്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെച്യൂർഡ് ആവുന്ന ടൈപ്പ് നല്ല ഗ്രോത്ത് ഉള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഡെൻഡ്രോബിയം ഫെലനോപ്സിസും കൂടാതെ വാൻഡ, മുക്കാറ, അതുപോലെ തന്നെ ഓൺസീഡിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട്. ഓൺസീഡിയം സീഡ്ലിങ്ങും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം.